ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് അരക്കില്ല, അരി ഉഴുന്ന് ഉലുവൊക്കെ ചേർത്ത് അതുപോലെ അരച്ച ഇഡ്ഡലി മാവാണ്. ഒരുപാട് പുളിച്ചിട്ടില്ല. 8 മണിക്കൂർ ഫെർമെന്റ് ചെയ്യാൻ മാറ്റി വെക്കില്ലേ, അതിന് ശേഷമുള്ള മാവാണ്. 1 കപ്പ് ഇഡ്ഡലി മാവിന് 2 കപ്പ് വെള്ളമാണ് പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നല്ലോണം തിളക്കട്ടെ. വെള്ളം നല്ലോണം തിളച്ചു. ഇതിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ മാവിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇഡ്ഡലി മാവ് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. 1/4 കപ്പ് റവ ചേർക്കുന്നുണ്ട്. വറുത്തത് വറുക്കാത്തത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഈ മിക്സ് നല്ലോണം കട്ടയാക്കി എടുക്കണം. മാവ് നല്ലോണം തിക്കാക്കി എടുത്തു കിട്ടാം. ഇപ്പൊ കുറച്ച് ലൂസായിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടി കട്ടയായിക്കോളും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുക്കാനായിട്ട് മാറ്റി വെക്കും. മാവ് നല്ലോണം തണുത്തു കിട്ടാം. തണുത്തപ്പോൾ ഒന്നും കൂടി ഇത് തിക്കായി. ചെറിയ കഷ്ണം ഇഞ്ചി, 1 സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് വരട്ടുണ്ട്. കുറേശ്ശെ മാവ് എടുത്ത് വടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ട് എണ്ണ ചൂടാവാൻ വെച്ചേക്ക് എണ്ണയിലിട്ട് കൊടുക്കും. ഒരുപാട് ചൂടായിട്ടില്ല കേട്ടോ, എന്നാൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് എണ്ണ. അടിഭാഗം ആവുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. ഫസ്റ്റ് ഇട്ടത് കളർ മാറി വന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി മൊരിഞ്ഞതിൻ്റെ ശേഷം എടുത്താൽ മതി. മാവ് കുഴയ്ക്കുമ്പോൾ സവോളയൊക്കെ ഇട്ട് നമ്മൾ കുഴച്ചില്ലേ, അതുപോലെ കുഴയ്ക്കുമ്പോൾ മാവ് ലൂസാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് റവ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരെണ്ണം റെഡി ആയിട്ട് കേട്ടോ. എണ്ണയിൽ കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇഡ്ഡലി മാവ് അരച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കണോ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അടിപൊളി സ്വാദായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കും. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.